ഇസ്രയേലിന്റെ ധാർഷ്ട്യത്തിന് യമനിൽ നിന്നും നല്ല തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ യമൻ ഇസ്രയേലുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ ആക്രമണം നടത്തുക എന്നത് ഇസ്രയേലിന്റെ സ്ഥിരം പരിപാടിയാണ്. ഗാസയിൽ നടക്കുന്നത് പോലെ എല്ലാ രാജ്യങ്ങളിലും തങ്ങളുടെ ഈ ധിക്കാരം നടക്കുമെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. അതിനുള്ള തക്ക മറുപടി തന്നെയാണ് ഇന്നുണ്ടായത്. ഇസ്രയേൽ ലക്ഷ്യമിട്ട് യമനിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാവിലെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇസ്രയേൽ സേന ഇക്കാര്യം അറിയിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ ഇസ്രയേലിൽ അപകട സൈറണുകൾ മുഴങ്ങിയതായും സേന അറിയിച്ചിട്ടുണ്ട്. ആക്രമണ ഭീഷണികൾ തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണെന്നും ഇസ്രയേൽ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് സന വിമാനത്താവളത്തിലും യമനിലെ പ്രധാന നഗരമായ ഹൊദീദയിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്താനായി യമനിലെ ഹൂതികൾ സഹായങ്ങൾ ചെയ്യുന്നുവെന്നും അത് തടയാനാണ് യമനീസ് ഇന്റർനാഷണൽ എയർപോർട്ടിലും പവർ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആക്രമണങ്ങൾ നടത്തിയത് എന്നുമാണ് ഇസ്രയേൽ പ്രതിരോധ സേന അന്ന് പറഞ്ഞിരുന്നത്. 12 ദിവസം നീണ്ട സംഘർഷത്തിനൊടുവിൽ അടുത്താണ് ഇസ്രയേൽ ഇറാൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് ധാരണയായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടുകൂടി സമാധാനത്തിലായ ഇസ്രയേൽ അടുത്ത ദിവസം തന്നെ ഗാസയെ ആക്രമിക്കുന്നത് തുടർന്നിരുന്നു. ഇതിനും ശേഷമാണ് യമനിൽ ഈ ആക്രമണം നടത്തിയത്. അതേസമയം യുദ്ധം അവസാനിച്ചതിന് ശേഷവും ഇറാനും അമേരിക്കയും തമ്മിൽ രൂക്ഷമായ വാക്പോരുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ആക്രമണം കടുത്തതോടുകൂടി രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ ആയപ്പോഴാണ് US പ്രസിഡന്റ് ട്രംപിന്റെ സഹായം ഇസ്രയേൽ തേടിയത് എന്ന് പരിഹസിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി രംഗത്ത് വന്നതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വാക്യുദ്ധം നടന്നത്. ട്രംപിനെ പരിഹാസ രൂപേണ ഡാഡി എന്ന് വിളിച്ച അബ്ബാസ് ഇനിയും പ്രകോപിപ്പിച്ചാൽ വെടിനിർത്തൽ തീരുമാനം മറന്ന് ഇറാൻ അതിന്റെ യഥാർത്ഥ ശക്തി കാണിക്കാൻ മടിക്കില്ലെന്നും പറയുകയുണ്ടായി. സമൂഹ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അബ്ബാസിന്റെ ഈ ഭീഷണി. ഇറാന്റെ മിസൈലുകൾ കൊണ്ട് നാട് നാമാവശേഷമാകും എന്ന് കണ്ടതോടുകൂടി മറ്റു വഴികളില്ലാതെ ഇസ്രയേൽ അവരുടെ ഡാഡിയുടെ, അതായത് ട്രംപിന്റെ അടുത്തേക്ക് ഓടുന്നത് ഞങ്ങൾ ലോകത്തിന് കാണിച്ചു തന്നു. ഭീഷണിയും അപമാനപ്പെടുത്തലും ഇറാനിലെ ശ്രേഷ്ഠരായ ജനങ്ങൾ ഒരിക്കലും പൊറുക്കില്ല. ഞങ്ങൾ ബലഹീനരാണ് എന്ന തെറ്റിദ്ധാരണ പുലർത്തി ഇനിയും തെറ്റുകൾ ചെയ്യാൻ മുതിർന്നാൽ ഇറാന്റെ യഥാർത്ഥ ശക്തി പുറത്തെടുക്കാൻ ഞങ്ങൾ മടിക്കില്ല. ഇറാന്റെ ശക്തിയെക്കുറിച്ചുള്ള എല്ലാവരുടെയും സംശയം ഞങ്ങൾ തീർത്തു തരും എന്നുമാണ് അബ്ബാസ് എക്സിൽ കുറിച്ചത്. ഇറാനുമായി ആണവ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയെ കുറിച്ച് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതും നിർത്തണമെന്ന് ട്രംപിനോട് അബ്ബാസ് അരാഗ്ചി ആവശ്യപ്പെടുകയും ഉണ്ടായി. ക്ഷമയാണ് ഇറാനിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഞങ്ങളുടെ രാജ്യത്തിന്റെ മൂല്യത്തെപ്പറ്റിയും സ്വാതന്ത്ര്യത്തിന്റെ വിലയെപ്പറ്റിയും ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഞങ്ങളുടെ വിധി നിർണ്ണയിക്കാൻ ഞങ്ങൾ മറ്റാരെയും അനുവദിക്കില്ല. ഇറാനുമായി ആണവ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ US ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പരമോന്നത നേതാവിന് ബഹുമാനം നൽകിക്കൊണ്ട് സംസാരിക്കാൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറാകണമെന്നും അബ്ബാസ് വ്യക്തമാക്കുകയുണ്ടായി. ഈ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രയേലും അമേരിക്കയും എല്ലാം രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ പോയാൽ നിർത്തിവെച്ച വെടിനിർത്തൽ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.